കൈക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്നാണ് ആദ്യം പറഞ്ഞ പോലെ ഗുരുതരമായ ഒരു പരിക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. നിലവിൽ നമുക്ക് വേണ്ടി പിന്നെ ജീവൻ സമർപ്പിച്ചിറങ്ങിയ ഒരാൾക്ക് പരിക്ക് പറ്റിയതിന്റെ വേദനയിലായിരുന്നു നാട്ടുകാർ. ഗുരുതരമല്ല എന്നതിൽ സമാധാനിക്കുകയാണ്. അങ്ങനെ നമുക്ക് അയാളെ കുറിച്ച് അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് കൃത്യമായിട്ട് വിവരമില്ല. ഞങ്ങൾ നാട്ടുകാരാണ്, പ്രദേശവാസികളാണ്. കൃത്യമായിട്ട് അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയില്ല. സംബന്ധിച്ചിടത്തോളം നമ്മളെ വേദന നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചിറങ്ങിയ RRT ടീം അംഗമായതുകൊണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന. പരിക്കുകൾ പരിമിതമാണ്, കുറവാണ് എന്നറിഞ്ഞതിലാണ് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിലുള്ളൊരു സമാധാനം. അവരോടൊപ്പം നാട്ടുകാർ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു കൊടുക്കും. അവർക്ക് വേണ്ടതെല്ലാം നാട്ടുകാർ ചെയ്തു കൊടുക്കും. അവർക്ക് അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. ജീവൻ പണയം വെച്ച് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കേട്ട വാർത്ത അതീവ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഞങ്ങളാരും കാട്ടിൽ പോയ ആളുകളല്ല. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ആ കാടിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പകരം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുമ്പിലേക്ക് പോയ ആളുകളാണ്. അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി ഇവിടെ വന്നത്. ഞങ്ങൾ ഒരുപാട് സന്തോഷം, ഒരു ആശ്വാസം. വളരെ കുറവാന്ന് പറഞ്ഞാൽ വളരെയേറെ സന്തോഷം. അങ്ങനെ തന്നെയാണ്. ഈ നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് പോലെ തന്നെ ഈ പരിക്ക് ഗുരുതരമല്ല. അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം.